Hello everyone, welcome to the world of literature and criticism. Here we have literary criticism and theory. We will start with Module 1 Classical Age. Chapter 1 is about Plato. In this chapter, we will be discussing about the contributions of literary critique of the classical age. First, we have to look at Plato. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പഴയ കാലത്ത് ഗ്രീക്ക് തത്വചിന്തകന്മാരെ കുറിച്ചാണ്. മോഡേൺ വരാണ്ടായി കഴിഞ്ഞിട്ട് മിഡിൽ ഏജ്, മോഡേൺ ഏജ് ഒക്കെ ആ കാലഘട്ടത്തിലൊക്കെ ക്രിറ്റിക്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ക്ലാസിക്കൽ അല്ലേ, പഴയ കാലത്തെ ക്രിറ്റിസിസം, പഴയ കാലത്തെ തത്വചിന്തകന്മാരെ കുറിച്ച് നമുക്ക് ഫസ്റ്റ് പരിചയപ്പെടാം. ആൻ ഇൻട്രൊഡക്ഷൻ ടു പ്ലാറ്റോ. Plato was the famous Greek philosopher. Date of birth of Plato is not clear, but it is generally attributed to 427 BC. So certainly he died in 342 BC. അപ്പോൾ ഇയാളുടെ പ്ലാറ്റോ ഒരു ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്നു. അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് കറക്റ്റായിട്ട് നമുക്ക് അറിയില്ല, എന്നാലും ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. 427 BC അയാൾ ജനിച്ചത്. അപ്പോൾ എന്തായാലും അയാൾ എന്തായിട്ടുണ്ടാവും, 342 BC മരിച്ചിട്ടുണ്ടാവാം എന്നാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഹി വാസ് ദ ഡിസൈപ്പിൾ ഓഫ് സോക്രട്ടീസ്. സോക്രട്ടീസിൻ്റെ ഡിസൈപ്പിളാണ് അദ്ദേഹം. അപ്പോൾ അയാളുടെ സോക്രട്ടീസിൻ്റെ ശിഷ്യനായിരുന്നു. ചിലപ്പോൾ ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, പ്ലാറ്റോ ആരുടെ ശിഷ്യനായിരുന്നു? സോക്രട്ടീസിൻ്റെ ശിഷ്യനായിരുന്നു. ഡ്യൂറിങ് പ്ലാറ്റോസ് പീരീഡ് ദ പ്ലേസ് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ വാസ് ടേക്കൺ ബൈ ഫിലോസഫി ആൻഡ് ഒറേറ്ററി. പ്ലാറ്റോയുടെ കാലത്ത് ആർട്ടും ലിറ്ററേച്ചറും ഒക്കെ മാറ്റിയിട്ട് അവിടെ ഫിലോസഫിക്കും ഒറേറ്ററിക്കും, പ്രസംഗകല, ഒറേറ്ററി മീൻസ് പ്രസംഗകല, ഫിലോസഫി നിങ്ങൾക്ക് അറിയാലോ, ഫിലോസഫിക്കലായിട്ടുള്ള തത്വചിന്തകൾക്കും പ്രാധാന്യം കൊടുത്തിരുന്നു. അപ്പോൾ പ്ലാറ്റോൻ്റെ പീരീഡിൽ ആർട്ടിൻ്റെ സ്ഥാനം തികച്ചും മാറ്റപ്പെട്ടിട്ട് ഫിലോസഫിക്കും ഒറേറ്ററിക്കും കൂടുതൽ പ്രാധാന്യം നൽകപ്പെട്ടിട്ടുണ്ട്. ഫേമസ് ഫിലോസഫേഴ്സ് ഓഫ് ദ ഇറ വേർ പാർമെനിഡിയസ്, എംപിഡോക്ലേസ് ആൻഡ് സോക്രട്ടീസ്. ഇവരെ പേരൊന്നും ഓർത്ത് വെക്കണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഫേമസ് ഫിലോസഫേഴ്സ് ഓഫ് ദ ഇറ വേർ പാർമെനിഡീസ്, എംപിഡോക്ലസ് ആൻഡ് സോക്രട്ടീസ്. പ്ലാറ്റോ വാസ് നോട്ട് എ ലിറ്റററി ക്രിറ്റിക്, ഹി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ഫിലോസഫി. അയാൾക്ക് ക്രിറ്റിക്കലായിട്ടൊരു വർക്കൊന്നും അയാൾ എഴുതിയിട്ടില്ല, പക്ഷേ അയാൾ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അയാൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് എന്താണ്? തത്വചിന്തകൾ, ഫിലോസഫിയാണ്. ഹിസ് ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ടു ദ വേൾഡ് വാസ് ഹിസ് ബുക്സ് എന്നുണ്ട് കേട്ടോ, സോറി അവിടെ രസം വിട്ടു. അതാണ് ദ ഡയലോഗ് ആൻഡ് റിപ്പബ്ലിക്. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. നമ്മുടെ പ്ലാറ്റോ എഴുതിയ 2 ബുക്കുകളുടെ പേരെന്താണ്? ഡയലോഗ് ആൻഡ് ദ റിപ്പബ്ലിക്. ഒന്ന് ദ ഡയലോഗ്സും രണ്ടാമത്തത് ദ റിപ്പബ്ലിക്കും. രണ്ടും 2 ബുക്കുകളാണ്. ഡയലോഗ് ഈസ് ഇൻ ദ ഫോം ഓഫ് ക്വസ്റ്റ്യൻ ആൻസർ ഫോം. റിപ്പബ്ലിക്കിൽ കുറേ സ്റ്റേറ്റിന് വേണ്ടി ആളാവണം ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ ഒന്നിനും പറ്റൂല, അല്ലെങ്കിൽ ആർട്ടിനൊന്നും ഒരു സ്ഥാനമില്ല എന്നൊക്കെ ആ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ബുക്കിൽ കുറേ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡയലോഗ് എന്ന് പറഞ്ഞ ബുക്കിനെ കുറിച്ച് പഠിക്കാനില്ല. അത് ഏത് രൂപത്തിലാണ് എഴുതിയതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. ക്വസ്റ്റ്യൻ ആൻസർ രീതിയിലാണ് ആ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തത്. ദ ഡയലോഗിൻ്റെ കാര്യമാണ് പറഞ്ഞത്. റിപ്പബ്ലിക് ആണെങ്കിൽ അതിലെ കുറേ ഐഡിയാസ്, പ്ലാറ്റോ ആർട്ട് എങ്ങനെ ആയിരിക്കണം, ആർട്ടിസ്റ്റുകൾ ആരാണ് എന്നൊക്കെ പറഞ്ഞത് ഏത് ബുക്കിലാണ്? ദ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ബുക്കിലാണ്. പോയറ്റ്സ് ആർ ലയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് പ്ലാറ്റോ. അവർ കള്ളം പറയുന്നവരാണ് പോയറ്റ്സ് എന്ന് വരെ ആര് പറഞ്ഞിട്ടുണ്ട്? പ്ലാറ്റോ. അതൊക്കെ പറഞ്ഞത് ഏത് ബുക്കിലാണ്? ദ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ബുക്കിലാണ് കേട്ടോ. Next point, Plato didn't speak particularly about literature, but he spoke about art in general, as literature is an art like painting and sculpture and etc. അപ്പോൾ പ്ലാറ്റോ ഒരു പർട്ടിക്കുലർ ലിറ്ററേച്ചറിനെ കുറിച്ചൊന്നല്ല അയാളുടെ വർക്കിൽ അയാൾ പ്രതിപാദിച്ചത്. പിന്നെന്താണ്? ബട്ട് ഹീ സ്പോക്ക് അബൌട്ട് ആർട്ട് ഇൻ ജനറൽ. അതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഹീ സ്പോക്ക് അബൌട്ട് ആർട്ട് ഇൻ ജനറൽ ആസ് ലിറ്ററേച്ചർ ഈസ് ആൻ ആർട്ട്. ഇൻ ആൻ ആർട്ട് എന്നാണ്, ലിറ്ററേച്ചർ ഈസ് ആൻ ആർട്ട്. അതൊന്ന് നോട്ടിലേക്ക് എഴുതുന്ന സമയത്ത് ക്ലിയർ ആക്കട്ടോ. ഇതിനി സ്ലൈഡിൽ പോയി കറക്റ്റ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും, കാരണം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ കാണുന്നത്. സോ
നിങ്ങളത് കറക്റ്റ് ചെയ്യുക നോട്ടിലേക്ക് എഴുതുന്ന സമയത്ത്. ആർട്ട് ഇൻ ജനറൽ ആസ് ലിറ്ററേച്ചർ ഈസ് ആൻ ആർട്ട് ലൈക്ക് പെയിൻറ്റിങ് ആൻഡ് സ്കൾച്ചർ. പെയിൻറ്റിങ്ങിനെയും കൾച്ചറിനെ പോലെയൊക്കെ ഉള്ളൊരു ആർട്ടായിട്ടാണ് നമ്മുടെ പ്ലാറ്റോ ആർട്ടിനെ ചിത്രീകരിച്ചത്. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, പ്ലാറ്റോസ് വ്യൂസ് ഓൺ ആർട്ട്. ഇത് കാണാതെ പഠിക്കണം. ഇവിടെ ഇത്രയും പറഞ്ഞതിൽ പ്ലാറ്റോയുടെ 2 ബുക്കാണ് നമ്മൾ പഠിച്ചത്. പിന്നെ പ്ലാറ്റോയുടെ കാലത്ത് ആർട്ടും ലിറ്ററേച്ചറും അല്ലേ ടേക്കൺ പ്ലേസ് ചെയ്തിട്ട് ഏത് വന്നു, ഫിലോസഫിയും ഒറേറ്ററിയും വന്നു എന്നുള്ളൊരു പോയിൻ്റാണ് പഠിച്ചത്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ പഠിക്കാൻ പോണ എന്താണ്, പ്ലാറ്റോസ് വ്യൂസ് ഓൺ ആർട്ട്. പ്ലാറ്റോസ് ഒബ്സർവേഷൻസ് അബൌട്ട് ആർട്ട് ഈസ് കണക്റ്റഡ് വിത്ത് ഹിസ് തിയറി ഓഫ് ഐഡിയാസ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോരുത്തരും കറക്റ്റായി ശ്രദ്ധിച്ച് കേട്ടിരിക്കണം, എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പ്ലാറ്റോസ് ഒബ്സർവേഷൻസ് അബൌട്ട് ആർട്ട് ഈസ് കണക്റ്റഡ് വിത്ത് ഹിസ് തിയറി ഓഫ് ഐഡിയാസ്. അയാൾക്ക് ഐഡിയാസിനെ കുറിച്ച് തിയറി ഓഫ് ഐഡിയാസ് പറഞ്ഞൊരു സംഭവം ആർക്കുണ്ട്, നമ്മുടെ പ്ലാറ്റോക്കുണ്ട്. അത് പ്ലാറ്റോയുടെ ആർട്ടിനെ കുറിച്ചുള്ള ഒബ്സർവേഷൻ ആ തിയറി ഓഫ് ഐഡിയാസിനെ കണക്റ്റ് ചെയ്തിരിക്കുന്നു. എന്താ പറഞ്ഞത്, പ്ലാറ്റോസ് ഒബ്സർവേഷൻ അബൌട്ട് ആർട്ട്, പ്ലാറ്റോയുടെ ആർട്ടിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്തുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, പ്ലാറ്റോയുടെ ആർട്ടിനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകൾ കണക്ട് ചെയ്തിരിക്കുന്നു എന്തുമായിട്ട്, ഹിസ് തിയറി ഓഫ് ഐഡിയാസ്. പോയിന്റ് നോട്ട് ചെയ്ത് വെക്കട്ടോ. പിന്നെ ദ സെക്കൻഡ് ബുക്ക് റിപ്പബ്ലിക് സേസ് ദാറ്റ് ഐഡിയാസ് ആർ ദ അൾട്ടിമേറ്റ് റിയാലിറ്റി. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. 2ാമത്തെ ബുക്കിൽ പ്ലാറ്റോ പറയുന്നത് എന്താണ്, റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ബുക്കിൽ പ്ലാറ്റോ പറയുന്നത് ഐഡിയാസ് ആർ അൾട്ടിമേറ്റ് റിയാലിറ്റി. ഐഡിയാസ് എന്ന് പറഞ്ഞ സാധനമാണ് റിയൽ, അല്ലാതെ റിയലായിട്ടുള്ള സബ്ജക്റ്റൊക്കെ പറഞ്ഞു കേട്ടോ, കുറച്ചും കൂടെ മനസ്സിലാക്കാണ്ട്. വളരെ രസകരമായിട്ടുള്ള സംഭവമാണ്, ഇത് രസത്തിൽ തന്നെ എടുക്കും വേണം കേട്ടോ. ഐഡിയാസ് ആർ അൾട്ടിമേറ്റ് റിയാലിറ്റി. നമ്മളെ കയ്യിലുള്ള ഒറിജിനൽ തിങ് ഇല്ലേ, ഒറിജിനൽ നോട്ട്ബുക്ക് ആയാലും എന്താ ഒരു ആപ്പിളായാലും ഒരു ഫോണായാലും ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഒരു കോപ്പിയാണ്. നമ്മളെ യഥാർത്ഥത്തിൽ ഇത് എന്നുള്ളൊരു ഐഡിയ ആണ് റിയാലിറ്റി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫോൺ എന്നുള്ളൊരു ഐഡിയ, അല്ലെങ്കിൽ ആപ്പിൾ എന്നുള്ളൊരു ഐഡിയ, അല്ലെങ്കിൽ ഒരു ആശാരി ടേബിൾ ഉണ്ടാക്കണതിൻ്റെ മുന്നേ ടേബിൾ ഉണ്ടാക്കണം എന്നുള്ള മനസ്സിൽ വരുന്ന ഐഡിയ അല്ലേ, അതാണ് ആക്ച്വലി റിയാലിറ്റി. അതിങ്ങനെ മായ്ച്ചിട്ടാണ് കോപ്പി ഓഫ് കോപ്പിയായി മാറുന്നത്. മനസ്സിലായിട്ടുണ്ടാവില്ല, എന്നാലും ഒന്നും കൂടെ നമുക്ക് പറയാം. അപ്പോൾ ഒരു ടേബിൾ എന്നുള്ളൊരാശയം ആണ് ഐഡിയ. ആ ഐഡിയ ഒന്നും കൂടി മായ്ച്ചിട്ട് ടേബിളായി മാറും. മനസ്സിലായോ, ടേബിളായി മാറുന്ന യഥാർത്ഥം നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഇരിക്കുന്ന ടേബിൾ, അത് വൺസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി എന്താണെന്ന് പറഞ്ഞത്, ഐഡിയാസ് ആണ് അൾട്ടിമേറ്റ്. യഥാർത്ഥത്തിൽ ഐഡിയ ആണ് റിയൽ ആയിട്ടുള്ള സാധനം. ആ ഐഡിയാസിനെ ഒരു പ്രാവശ്യം മായ്ച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഈ ഒരു മേശ എന്നുള്ള സംഭവം ഉണ്ടാവും. പിന്നെ അതൊന്നും കൂടി മായ്ക്കണതാണ് എന്ത്, ആർട്ട്. താഴെ വരും. അപ്പോൾ നമുക്കൊന്നും കൂടെ മനസ്സിലായി. ഇപ്പം എന്തുമാത്രം മനസ്സിൽ പതിച്ചു വെക്കണം, കാണാതെ പറയണം കേട്ടോ. ഐഡിയാസ് ആർ ദ അൾട്ടിമേറ്റ് റിയാലിറ്റി. ഇതൊന്നും എൻ്റെ അഭിപ്രായമല്ല, നിങ്ങൾക്കും യോജിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും പ്ലാറ്റോ, അക്കോർഡിംഗ് ടു പ്ലാറ്റോ, ഐഡിയാസ് ആർ ദ അൾട്ടിമേറ്റ് റിയാലിറ്റി. നോക്കൂ, ദ ഓൺലി റിയാലിറ്റി ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ വേൾഡ് ഈസ് ഐഡിയ ദാറ്റ് ആർ ഫസ്റ്റ് ഫോംഡ് ഇൻ ദ മൈൻഡ്. ഇതൊന്നും മനസ്സിലാവില്ല, എന്തൊക്കെയാണ് മിസ്, ഇതൊക്കെയാണോ ക്രിറ്റിസിസം, നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞതെന്ന് വിചാരിക്കണ്ട. ഇതൊക്കെ നിങ്ങൾ കാണാതെ പറയും. അപ്പോൾ ഇതിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ല കേട്ടോ. ഈ ഒരു സെൻറ്റൻസ് ഐഡിയാസ് ആർ അൾട്ടിമേറ്റ് റിയാലിറ്റി, ഇതെന്താ അപ്പോൾ മിസ് ഇങ്ങനെ പറയണതെന്ന് തോന്നരുത്. എക്സാമ്പിൾ സഹിതം താഴെ പറയുന്നുണ്ട്. അതൊക്കെ മനസ്സിലായതിന് ശേഷം നമുക്കിതിനെ വിലയിരുത്തിയാൽ മതി കേട്ടോ. ഓക്കെ, ഐഡിയാസ് ആർ ദ ഫസ്റ്റ് ഫോംഡ് ഇൻ ദി മൈൻഡ്. അപ്പം നമ്മളൊരു സംഗതി ഉണ്ടാക്കാൻ വിചാരിച്ചാൽ അതിൻ്റെ ഐഡിയ ആണ് ഫസ്റ്റ് നമ്മളെ മനസ്സിലേക്ക് വരിക അല്ലേ. അപ്പോൾ അതാണ് ദ ഓൺലി റിയാലിറ്റി ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ വേൾഡ് ഈസ് ഐഡിയ. അപ്പോൾ പ്ലാറ്റോ പറയാണ്, ഇതൊക്കെ നമുക്ക് താഴത്തെ എക്സാമ്പിൾ പറഞ്ഞിട്ട് ഒന്നും കൂടി ഈ സെൻറ്റൻസ് പറയുമ്പോൾ കറക്റ്റ് ആവും. ഇത് ഒരൊറ്റ റിയാലിറ്റി, വേൾഡിലുള്ള റിയാലിറ്റി എന്ന് പറഞ്ഞത് എന്താണ്, ഐഡിയ ആണ്. ആ നമ്മളെ മനസ്സിൽ എന്താണോ ഫസ്റ്റ് ഫോം ചെയ്യണത് അതാണ് റിയൽ, അതാണ് ഒറിജിനൽ എന്നാണ് നമ്മളെ പ്ലാറ്റോ പറഞ്ഞത്. നോക്കൂ, എക്സാമ്പിൾ നോക്ക്. ഇമാജിൻ എ മാൻ ഈസ് തിങ്കിങ് അബൌട്ട് എ ടേബിൾ. ദ ടേബിൾ ഈസ് നൗ ആൻ ഐഡിയ ഇൻ ദ മൈൻഡ് ഓഫ് എ കാർപ്പൻറ്റർ. പ്ലാറ്റോ സേസ് ദാറ്റ് ദിസ് ഐഡിയ ഓഫ് ടേബിൾ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിയാലിറ്റി. നോക്ക്, ഇമാജിൻ എ മാൻ ഈസ് തിങ്കിങ് അബൌട്ട് എ ടേബിൾ.
ടേബിൾ. നിങ്ങൾ ആലോചിക്കുക അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുക, ഒരു ടേബിളിനെ കുറിച്ചിട്ട് ഒരാശാരി ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ മനസ്സിലേക്ക് ഒരു ടേബിൾ എന്നുള്ളൊരു ഐഡിയ ആശാരിയുടെ മനസ്സിലേക്ക് വരുന്നു. ഓക്കെ, പ്ലാറ്റോ സേസ് ദാറ്റ് ദീസ് ഐഡിയാസ് ഓഫ് ടേബിൾ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിയാലിറ്റി. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് പ്ലാറ്റോ പറയാണ്, ഐഡിയാസ് ഓഫ് ടേബിൾ, ആ ടേബിളിനെ കുറിച്ചിട്ടുള്ള ഐഡിയ ആണ് ഇമ്പോർട്ടൻ്റ് റിയാലിറ്റി. ഏറ്റവും വലിയ റിയൽ ആയിട്ടുള്ള തിങ് എന്ന് പറഞ്ഞാൽ ടേബിളിനെ കുറിച്ചുള്ള ഐഡിയ ആണ്. ദ റിയൽ ടേബിൾ ഈസ് ഓൺലി ദ കോപ്പി ഓഫ് ദി ഐഡിയ ദാറ്റ് വാസ് ഫോംഡ് വിത്തിൻ ദ മൈൻഡ് ഓഫ് മാൻ. സോ പ്ലാറ്റോ സേസ് ദാറ്റ് ദ റിയൽ ടേബിൾ ഈസ് വൺസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. എന്താ പറഞ്ഞത്? ദ റിയൽ ടേബിൾ ഈസ് ഓൺലി എ കോപ്പി ഓഫ് ദി ഐഡിയ that was formed within the mind of a man. അപ്പം യഥാർത്ഥ ടേബിൾ, അപ്പോൾ ആശാരി വിചാരിക്കുകയാണ് ഒരു ടേബിൾ ഉണ്ടാക്കണം. മനസ്സിലായോ? ടേബിൾ ഉണ്ടാക്കണം എന്നുള്ള എന്താണ് ഫസ്റ്റ് ഫോം ചെയ്യുന്നത്? ഐഡിയ ആണ് ഫോം ചെയ്യുന്നത്. ടേബിൾ ഉണ്ടാക്കണം എന്നുള്ള ഒരു ഐഡിയ ആശാരിൻ്റെ മനസ്സിൽ ഫോം ചെയ്യുന്നു. അതെന്താണ്? റിയൽ ആണ്. പിന്നെ അതിനൊന്നും കൂടെ മായ്ച്ചിട്ട് ആ ഐഡിയ ഒന്നും കൂടി പിന്നെ രണ്ടാമത് റെഡിയാക്കണതാണ്. ആ ഐഡിയ വെച്ചിട്ട് ടേബിൾ ഉണ്ടാക്കി അല്ലേ? യഥാർത്ഥ ടേബിൾ, മാനുവൽ ആയിട്ടുള്ള ടേബിൾ, നമ്മളെ വീട്ടിലും ക്ലാസ് റൂമിലൊക്കെ ഉള്ള ടേബിൾ ഉണ്ടാക്കി. ആ ടേബിൾ എന്താണ്? ഒരു തിങ്ങാണ്. ആ തിങ് എന്താണ്? ആ ടേബിളിനെ കുറിച്ച് എന്താ പ്ലാറ്റോ പറഞ്ഞത്? റിയൽ ടേബിൾ ഈസ് വൺസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. ഐഡിയ ആണ് അൾട്ടിമേറ്റ് റിയാലിറ്റി. ആ ഐഡിയയിൽ ഒന്നും കൂടി മായ്ച്ചതാണ് ആ ടേബിൾ. അപ്പോൾ ഐഡിയ വൺസ് അല്ലേ, ഒരു പ്രാവശ്യം, പ്ലാറ്റോ പറഞ്ഞത് റിയൽ ടേബിൾ എന്ന് പറഞ്ഞ ഒരു പ്രാവശ്യം റിയാലിറ്റിന്ന് മായ്ച്ചതാണ്. റിയാലിറ്റിനെ ഒരു പ്രാവശ്യം മായ്ച്ച് എഴുതുമ്പോഴാണ് ടേബിൾ ഉണ്ടാവുക. ഇനി നോക്ക്, അക്കോർഡിംഗ് ടു പ്ലാറ്റോ ദ റിയൽ ടേബിൾ ഈസ് നോട്ട് പെർഫെക്റ്റ്. ഇറ്റ് ഈസ് the copy of the original idea. സോറി, ദ റിയൽ ആപ്പിൾ അല്ല കേട്ടോ, ദ റിയൽ ടേബിൾ. ഞാൻ ഈ ടേബിൾ വെച്ചിട്ടാണ് എക്സാമ്പിൾ പറഞ്ഞത്. ആപ്പിൾ വെച്ചിട്ട് എക്സാമ്പിൾ പറയാം. അപ്പോൾ അത് ടേബിളാണ് കേട്ടോ, അത് സ്ലൈഡ് എഴുതിയപ്പോൾ മാറിപ്പോയതാണ്, സോറി. സോ അക്കോർഡിംഗ് ടു പ്ലാറ്റോ ദ റിയൽ ടേബിൾ ഈസ് നോട്ട് പെർഫെക്റ്റ്. ഇറ്റ് ഈസ് ദ കോപ്പി ഓഫ് ഒറിജിനൽ ഐഡിയ. അപ്പോൾ നമ്മളെ പ്ലാറ്റോ പറയാണ്, നമ്മളെ മനസ്സിലുണ്ടാകുന്ന ഐഡിയ ആണ് അൾട്ടിമേറ്റ് റിയാലിറ്റി. ഐഡിയാസ് ആർ അൾട്ടിമേറ്റ് റിയാലിറ്റി. തിങ്സ് ആർ ദ കോപ്പി ഓഫ് കോപ്പി. മനസ്സിലായോ? ഇത് കോപ്പിയാണ്. മനസ്സിലുള്ള ഐഡിയനെ ഒന്നും കൂടി മാറ്റിയിട്ടാണ് ഒരു ടേബിൾ ആശാരി ഉണ്ടാക്കുന്നത്. ആശാരി ഇരുന്ന് പണിയെടുത്തുണ്ടാക്കുന്ന ടേബിൾ എന്താണ്? വൺസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി ഐഡിയ ആണ് എന്ന് മനസ്സിലുണ്ടാവണം, എന്നാലേ ഇത് കിട്ടുള്ളൂ. റിയാലിറ്റി ഐഡിയ ആണ്. അപ്പോൾ ഐഡിയനെ ഒരു പ്രാവശ്യം മായ്ച്ചതാണ് റിയൽ ടേബിൾ. മനസ്സിലായോ? അതുകൊണ്ട് റിയൽ ടേബിൾ പെർഫെക്റ്റ് അല്ല, പ്ലാറ്റോൻ്റെ മാത്രം ഐഡിയ ആണ്. ഇറ്റ് ഈസ് ദ കോപ്പി ഓഫ് ഒറിജിനൽ ഐഡിയ. ഒറിജിനൽ ഐഡിയനെ മാച്ച് എഴുതിയതാണ് എന്ത്? മാച്ച് എഴുതിയിട്ടാണ് റിയൽ ടേബിൾ ഉണ്ടായെന്ന് പറയുന്നത്. നോക്കും, നൗ കൺസിഡർ ദ പെയിൻറ്റിങ് ഓഫ് ആൻ ടേബിൾ. ഇനിയിപ്പോൾ അയാൾ പറയാണ്, പിന്നെ ആ ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ആ ടേബിളിനെ ഒരു പേപ്പറിലേക്ക് വരക്കുകയാണ്, ആർട്ടിലേക്ക് വരക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കണം നോക്കൂ. നൗ കൺസിഡർ എ പെയിൻറ്റിങ് ഓഫ് എ ടേബിൾ അല്ലേ, പെയിൻറ്റിങ് ഓഫ് എ ടേബിൾ. ആൻ ആർട്ടിസ്റ്റ് ഡ്രോസ്. Now consider a painting of a table. An artist draws a table observing the real table in front of him. Every art, it is a reproduction of things. അപ്പോൾ ഇങ്ങനൊരു ടേബിൾ ആശാരി വരക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ടേബിൾ വരക്കണ സമയത്ത്, ആർട്ടിസ്റ്റ് ടേബിൾ വരക്കണ സമയത്ത് അതെന്താണ്? ആശാരി അല്ല കേട്ടോ, ആ ഒരു സംഭവം, ആ മൂന്നാമത് വരക്കണത് എന്താണ്? ചോയ്സ് റിമൂവ്ഡ് ഫ്രം ആദ്യം ഉണ്ടായത് ഐഡിയ ആണ്. ആ ഐഡിയനെ മാച്ചിട്ട് വരച്ച് കഴിഞ്ഞ് ഉണ്ടാക്കി അല്ലേ, മെയ്ഡ് ചെയ്തു. ആ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വരക്കുക. അപ്പോൾ എത്ര പ്രാവശ്യം ഒറിജിനലിന് മാച്ചു? 2 പ്രാവശ്യം ഒറിജിനലിന് മാച്ചു. അപ്പോൾ ആർട്ട് എന്ന് പറഞ്ഞത് എന്താണ്? ചോയ്സ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. 2 പ്രാവശ്യം മായ്ച്ച സാധനമാണ് ആർട്ട് എന്നാണ് പറയുന്നത്. അപ്പം ഒറിജിനൽ ആയിട്ടുള്ള സംഭവം എന്താണ്? ഐഡിയാസ് ആർ ദ അൾട്ടിമേറ്റ് റിയാലിറ്റി. ആർട്ട് ഈസ് ചോയ്സ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുന്നു, ആശാരി ടേബിൾ ഉണ്ടാക്കണം എന്നുള്ളത് മനസ്സിൽ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ആപ്പിൾ എന്നുള്ള ഐഡിയ മനസ്സിൽ വിചാരിക്കുന്നു, പിന്നെ റിയലായിട്ടുള്ള ആപ്പിൾ എടുക്കുന്നു. റിയൽ ആപ്പിൾ, നമ്മൾ കഴിക്കണ ആപ്പിൾ, അത് വൺസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. പിന്നെ ആപ്പിൾ വെച്ചിട്ട് നോക്കിയിട്ട് പേപ്പറിലേക്ക് ചിത്രം വരക്കുന്നു ആർട്ടിസ്റ്റുകൾ, അത് ചോയ്സ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. അപ്പം നമ്മുടെ
പ്ലാറ്റോ പറയാണ് ഒറിജിനലായിട്ടുള്ള സാധനമൊന്നും റിയൽ അല്ല, റിയലായിട്ടുള്ളത് യഥാർത്ഥം ഫസ്റ്റ് ഫോം ചെയ്യണ ഐഡിയ ആണ് അൾട്ടിമേറ്റ് റിയാലിറ്റി എന്നാണ് ആര് പറയുന്നത്? പ്ലാറ്റോ പറയുന്നത്. ഓക്കെ, പ്ലാറ്റോ സേസ് ദാറ്റ് പെയിൻറ്റിങ് ഓഫ് എ ടേബിൾ ഈസ് ദ കോപ്പി ഓഫ് കോപ്പി. എന്നിട്ട് അയാൾ പറയാണ് ഈ ടേബിളിൻ്റെ പെയിൻറ്റിങ് എന്ന് പറഞ്ഞൊരു കോപ്പി ഓഫ് കോപ്പിയാണ്, കോപ്പിൻ്റെ കോപ്പിയാണ്. കാരണം ആദ്യമേ ആപ്പിൾ ഉണ്ട്, അല്ലാതെ ഒരു പുതിയ പ്രൊഡക്ഷൻ ഒന്നും അല്ല. ആപ്പിൾ ആദ്യമേ ഉള്ളൊരു സാധനമാണ്, അതിന് വരക്കുകയാണ് അല്ലേ. ദാറ്റ് ഈസ് ഡ്രോൺ ബേസ്ഡ് ഓൺ ദ റിയൽ ആപ്പിൾ. കാരണം റിയൽ ആപ്പിളിനെ ബേസ് ചെയ്ത് അത് നോക്കിയാണ് വരയ്ക്കുന്നത്, നോക്കിയാണ്ടായാലും നോക്കിയല്ലെങ്കിലൊക്കെ കേട്ടോ. സോ ദാറ്റ് ഇറ്റ് ഈസ് എ കോപ്പി ഓഫ് ദ ഐഡിയ ഇൻ ആർട്ടിസ്റ്റ് മൈൻഡ് അല്ലേ. ഐഡിയൻ്റെ ആർട്ടിസ്റ്റിൻ്റെ മൈൻഡിലുള്ള ഐഡിയൻ്റെ കോപ്പിയാണ് റിയൽ ടേബിൾ എന്നാണ് പറഞ്ഞത്. സോ പ്ലാറ്റോ സേസ് ദാറ്റ് ആർട്ട് ഈസ് ചോയ്സ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, കീപ്പ് ഇൻ മൈൻഡ് ദിസ് പോയിന്റ്. ആർട്ട് ഈസ് ചോയ്സ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി എങ്ങനെയാണെന്നുള്ളത് എക്സാമ്പിൾ സഹിതമാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ദെർഫോർ വി ക്യാൻ കൺക്ലൂഡ് ദിസ് ആസ് ഫോളോസ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ഐഡിയാസ് ഈസ് ദ റിയാലിറ്റി. ഐഡിയ ആണ് റിയാലിറ്റി, അല്ലെങ്കിൽ ഐഡിയാസ് ആർ ദ അൾട്ടിമേറ്റ് റിയാലിറ്റി. ആ പോയിന്റ് ആക്കിക്കോട്ടെ ഇവിടെ. ഐഡിയാസ് ആർ ദ അൾട്ടിമേറ്റ് റിയാലിറ്റി. പിന്നെ കോപ്പി ഓഫ് ദി ഐഡിയ. കോപ്പി ഓഫ് ദി ഐഡിയ ആണ് രണ്ടാമത്തെ കാര്യം എന്നുള്ളത്. അതെന്താണ്? റിയൽ ടേബിൾ ദാറ്റ് ഈസ് വൺസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. മനസ്സിലായോ? റിയൽ ടേബിൾ എന്ന് പറഞ്ഞത് ഒരു പ്രാവശ്യം ഐഡിയ എന്ന് മായ്ക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് വരുന്നത് റിയൽ ആയിട്ടുള്ള ടേബിൾ. മനസ്സിലായോ? ദെൻ മൂന്നാമത് പെയിൻറ്റിങ്ങിലൂടെ ടേബിളിനെ ചിത്രീകരിക്കുമ്പം ആർട്ട് ഈസ് ചോയ്സ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. സോ പ്ലാറ്റോ സേസ് ദാറ്റ് തിങ്സ് ദംസെൽഫ് ആർ ദ കോപ്പീസ് ഓഫ് ദി ഒറിജിനൽ ഐഡിയ. നമ്മളിതുവരെ പറഞ്ഞത് തന്നെ. പ്ലാറ്റോ പറയാണ് തിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടേബിള്, ബുക്ക്, ആപ്പിള്, ഫോണ്, എന്താണ് നമ്മളെ കയ്യിലുള്ള തിങ്, നമുക്ക് തൊടാൻ കഴിയുന്ന സാധനമാണ് തിങ്. ആ തിങ് ദംസെൽഫ് ആർ ദ കോപ്പീസ് ഓഫ് ദി ഒറിജിനൽ ഐഡിയ. എല്ലാ തിങ്ങും ഒറിജിനൽ ഐഡിയൻ്റെ വെറും ഒരു ഫോട്ടോ കോപ്പിയാണ് എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ദെൻ ആർട്ട് ഈസ് കോപ്പി ഓഫ് കോപ്പി, സോ ആർട്ട് ഈസ് നോട്ട് പെർഫെക്റ്റ്. എന്നിട്ട് പ്ലാറ്റോ പറയാണ് ഇങ്ങനെയൊക്കെ വിശദീകരണം നൽകിയിട്ടോ, ആർട്ടിൽ ഉണ്ടാവണത് ശരിക്കും എന്തല്ല? യഥാർത്ഥമല്ല, ആർട്ട് പെർഫെക്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇയാൾ പറയണം ആർട്ട് ഈസ് നോട്ട് പെർഫെക്റ്റ്, ആർട്ട് കനോട്ട് ബി ട്രസ്റ്റഡ്. ആർട്ടിന് അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റൂല. ഇറ്റ് വിൽ ബി ടേക്ക് പീപ്പിൾ എവേ ഫ്രം റിയാലിറ്റി നോട്ട് ടുവാർഡ്സ് ഇറ്റ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഐഡിയ ആണ് ആദ്യം ഉണ്ടായത്, അതിന് 2 പ്രാവശ്യം വായിച്ചിട്ടാണ് നമ്മൾ പെയിൻറ്റിങ്ങൊക്കെ എത്തുന്നത്. അപ്പോൾ ആർട്ട് എന്ന് പറഞ്ഞത് പെർഫെക്റ്റ് അല്ല, അത് മനുഷ്യനെ അകലത്താണ് ചെയ്യുന്നത് ദാൻ ടുവാർഡ്സ് ഇറ്റ്. അതിനെ അടുപ്പിക്കണതിനാട്ടും കൂടുതൽ റിയാലിറ്റിയിൽ നിന്നും അകറ്റാണ് നമ്മളെ ആർട്ട് ചെയ്യണത്, നമ്മുടെ മനുഷ്യനെ. അപ്പം നോക്ക്, നമ്മൾ ഐഡിയനോട് നമ്മൾ ഒത്തു നിൽക്കേണ്ടതിന് പകരം ഐഡിയന്ന് 2 പ്രാവശ്യം അകലെ വന്നിട്ട് നമ്മൾ ആർട്ടിലെത്തുന്നത്. അതുകൊണ്ട് മനുഷ്യനെ ആർട്ട് എന്താ ചെയ്യണത്? അകലത്താണ് ചെയ്യണതെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ഇറ്റ് ടേക്ക് പീപ്പിൾ, ആർട്ടാണ് ഇറ്റ് ഇവിടെ. ആർട്ട് ടേക്ക് പീപ്പിൾ എവേ ഫ്രം റിയാലിറ്റി ദാൻ ടുവാർഡ്സ് ഇറ്റ്. മനസ്സിലായോ? അടുപ്പിക്കണതിന് പകരം അകലത്താണ് ചെയ്യണത്. So art is of no use to the society. It will not help to mold the character or to promote the well-being of the state. അതുകൊണ്ട് ആർട്ട് എന്തല്ല, സൊസൈറ്റിക്ക് ഒരു ഉപയോഗം ഉണ്ടാവണില്ല. അതൊരിക്കലും ഒരു MOULD ആണ്. അത് ഒരിക്കലും പിന്നെ ഒരു ക്യാരക്ടർ മോൾഡ് ചെയ്യണില്ല, അല്ലെങ്കിൽ വെൽബീയിങ് ഓഫ് ദ സ്റ്റേറ്റ്. ഇതൊക്കെ ഈ ഓട്ടോ കറക്റ്റ് ഫോണിലുള്ളതിനോടാട്ടോ, സ്പെല്ലിങ്ങിലും ഇതിലൊക്കെ ചെറിയ മിസ്റ്റേക്ക് വന്നത്. പിന്നെ ഒന്ന് ഞാൻ ആപ്പിൾ ഫസ്റ്റ് എക്സാമ്പിൾ വെച്ചിരുന്നു, അപ്പോൾ താഴേക്ക് പിന്നെ എഴുതിയപ്പോൾ എന്താണ് ടേബിളാണ് വെക്കേണ്ടിയിരുന്നത്. അങ്ങനെ ചെറിയ മിസ്റ്റേക്ക്. അപ്പോൾ അതുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് നോട്ട് എഴുതരുത്, പറയുന്നത് കേട്ടിട്ട് വേണം നോട്ട് എഴുതാൻ. സോ ആർട്ട് ഈസ് നോ യൂസ് ഓഫ് ദ സൊസൈറ്റി. അങ്ങനെയുള്ള ആർട്ട് ഈ മനുഷ്യന്മാരെ റിയാലിറ്റിയിൽ നിന്നും അകറ്റുന്ന ഈ ആർട്ട് സൊസൈറ്റിക്ക് ഒരു ഉപകാരം ചെയ്യുന്നില്ല. ഇറ്റ് വിൽ നോട്ട് ഹെൽപ്പ് ടു മോൾഡ് ദ ക്യാരക്ടർ. ഇതൊരിക്കലും നല്ലൊരു ക്യാരക്ടർ മോൾഡ് ചെയ്യുന്നില്ല. MOULD, നല്ലൊരു ക്യാരക്ടർ മോൾഡ് ചെയ്യുന്നില്ല. ഓർ പ്രൊമോട്ട് ദ വെൽബീയിങ് ഓഫ് ദി സ്റ്റേറ്റിനൊരു നല്ല സാധനം തരുന്നില്ല. മനസ്സിലായോ? അതുകൊണ്ട് പ്ലാറ്റോ ജഡ്ജ് ചെയ്യുന്നത് എല്ലാ ഹ്യൂമൻ ആക്ടിവിറ്റിയും ഈ ഒരു 2 രീതിയിലാണെങ്കിൽ മാത്രമേ ആർട്ട് അംഗീകരിക്കാൻ പറ്റുള്ളൂ എന്നാണ് പ്ലാറ്റോ പറയുന്നത്. ഏത് 2 രീതിയിൽ? ഒന്നുകിൽ ആർട്ട് എന്ത് ചെയ്യണം? മോൾഡിങ് ദ ക്യാരക്ടർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ, നല്ലൊരു ക്യാരക്ടറിനെ ഉണ്ടാക്കണം ആർട്ടിലൂടെ. അല്ലെങ്കിലോ
സ്റ്റേറ്റിന് സൊസൈറ്റിക്ക് എന്തെങ്കിലും വെൽബീയിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയുള്ള ആർട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹ്യൂമൻ ആക്ടിവിറ്റി മാത്രമേ അംഗീകരിക്കപ്പെടാൻ പാടുള്ളൂ. അല്ലാത്ത ആർട്ടൊക്കെ എന്ത് ചെയ്യണം? ഷുഡ് ബി ഡിസ്കാർഡഡ്, അവോയ്ഡ് ചെയ്യണം. അപ്പോൾ പ്ലാറ്റോ ജഡ്ജസ് ദാറ്റ് ആർട്ട് കനോട്ട് ഡു ദീസ് ടു, ഈ രണ്ട് കാര്യം ചെയ്തില്ലെങ്കിൽ അങ്ങനെയുള്ള ആർട്ട് എന്താണ്? ആർട്ട് ഷുഡ് ബി ഡിസ്കാർഡഡ്. ഇത്രയും കാര്യങ്ങളാണ്. സ്ലൈഡ് ലെങ്തി ആയി കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു ഓൾ.